അസ്സലാമലൈക്കും. കോഴിക്കോട് ബീച്ചിക്ക് അതും വൈകുന്നേരം ട്രിപ്പ് ബീച്ചിലിറങ്ങാനല്ല. അങ്ങനെ നമ്മൾ കോഴിക്കോട്ടേക്കുള്ള യാത്ര തുടങ്ങി. കോഴിക്കോടിന്റെ പകുതി ഭാഗം പോലും ആയിട്ടില്ല കേട്ടോ. ഏകദേശം മഗ്‌രിബിന്റെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മള് ഈ ടൈം എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എല്ലായിടത്തും ലൈറ്റ് ഒക്കെ കത്തിയിട്ടുണ്ട്. നമ്മൾ നിസ്കരിക്കാനൊക്കെ കയറുന്നുണ്ട് കേട്ടോ. നിസ്കരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ 8 മണി ആയിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ പള്ളികളൊക്കെ നോക്കിയിട്ട് പോവാണ്. അതായത് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഒരു പള്ളി കണ്ടു. അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ അവിടെ തന്നെ നിർത്തി. കാരണം എനിക്കും കൂടെ നിസ്കരിക്കണമല്ലോ. ഇത്രയും മക്കളും ജെൻസിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. ഞാനാണെങ്കിൽ ലേഡീസിന്റെ ഡിപ്പാർട്ട്മെന്റ് വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടുന്ന് നിസ്കരിച്ചു. ഇനി നമ്മൾക്ക് യാത്ര വീണ്ടും തുടരണം. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കോഴിക്കോട്ടേക്കുള്ള യാത്ര തുടരുവാണ് കേട്ടോ. അവിടെ ആ പള്ളിക്കകത്ത് വേറെ കുറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ ഉള്ള കണ്ടോ, വെറുതെ കുറെ യാത്രന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്ത് ഞങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങൾ ബീച്ചിന്റെ സൈഡിലൂടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നടക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് കച്ചവടക്കാരും ജനങ്ങളെ കൊണ്ട് എന്താ പറയാ, നടക്കാൻ സ്ഥലമില്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബൊന്നും ഉണ്ടായിരുന്നെങ്കിലും തട്ടിത്തടയാൻ മാത്രം ജനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളെന്താ പറയാ, നമ്മള് ബാഗൊക്കെ കണ്ട നമ്മള് വലിയ എന്തോ ട്രിപ്പൊക്കെ വന്നാന്ന് വിചാരിക്കൂലേ. അതില് നമ്മള് ബൈക്കിൽ വന്നതുകൊണ്ട് 4 പേർക്കുള്ള റെയിൻകോട്ടും അതിലുണ്ട് കേട്ടോ. അത് ആ മഴ എങ്ങാണ്ടും പെയ്താലും. പിന്നെ ഞങ്ങൾ വന്നത് ലക്ഷ്യമാക്കി തന്നെ ഫുഡിന്റെ അടുത്തേക്ക് കേട്ടോ പോയത്. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ എന്തേലൊക്കെ അവിടുന്ന് തട്ടിക്കുട്ടികളൊക്കെ വാങ്ങി കഴിക്കാന്നുള്ള ലക്ഷ്യത്തില് ആദ്യം തന്നെ ഫുഡിന്റെ അടുത്തേക്ക് കേട്ടോ വന്നത്. അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി. നമ്മള് കടുക്ക ഫ്രൈ, കൂന്തൽ ഫ്രൈ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വിശപ്പിന്റെ ആർത്തി കാരണം എല്ലാം കൂടെ കാണിച്ചിട്ട് കഴിക്കാനൊന്നും ഇരുന്നില്ല. എല്ലാം കഴിച്ച് പകുതി ആയതിനു ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോഴിക്കോട് എത്തോളം എവിടെ നിർത്തിയിട്ടും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമാണ് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇവന്മാര് കളിക്കാൻ എന്തെല്ലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടോയ്സ് ഒക്കെ എന്തോ മേലോട്ട് പറത്തി വിടണ. പിന്നെ കുറെ അങ്ങനെ അവര് കളിയായി. ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിച്ചു. അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവര് കളിയിലാണെങ്കിലും അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ ചുമ്മാ മക്കളെ കൊണ്ട് ഇങ്ങനെ ഓരോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ കുറെ നേരം ഒന്നും അവിടെ കറങ്ങി തിരിഞ്ഞില്ല. നമ്മൾ ഈ ഒരു സമയമായപ്പോ തന്നെ 10 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ 8 മണിക്ക് എത്തി. പിന്നെ 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളെ യാത്ര തിരിക്കുന്നത്. കാരണം നമുക്ക് ബീച്ചിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ വേണ്ടി 2 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കേട്ടോ. 10 മണിക്ക് ഇറങ്ങിയാൽ തന്നെ 12 മണിയാവും നമ്മളെത്താനും. പിന്നെ അവിടുന്ന് കുറച്ച് ടോയ്സും അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ വേറെയും കുറെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ യാത്ര തിരിക്കാൻ കേട്ടോ. റിട്ടേൺ യാത്രയാണ്. റിട്ടേൺ യാത്രയിൽ ഏകദേശം എല്ലാവരും വയറും ഫില്ലായിട്ടുണ്ടായിരുന്നു. എന്നാലും മക്കളെ എന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഏതായാലും നമ്മൾ ഹോട്ടൽ ലക്ഷ്യമാക്കിയാണ് അടുത്ത നീക്കോട്ടം. അങ്ങനെ പോണ വഴിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കയറി അവിടെ എത്തിയപ്പോഴും ഞാൻ സാധനം കൊണ്ടുവന്നപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താ അറിയില്ല, ഫുഡ് കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല. ഏകദേശം കഴിയാനായപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനോളം വരുന്നുണ്ട്. എന്റെ തലയ്ക്കകത്ത് ലൈറ്റ് കത്തുന്ന. അങ്ങനെ ഫുഡും കഴിച്ചു. പിന്നെ നമ്മളെ യാത്ര നേരെ തിരിച്ചു വീട്ടിൽ വന്നു. വീട്ടിലെത്തിയപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ്, ഓവർ സ്പീഡിൽ പോന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നത്തെ യാത്ര നല്ല വൈബായി, നല്ല ചില്ലായി, അടിപൊളിയായി. മക്കൾക്കൊക്കെ ഉറക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല ചില്ല് യാത്രയായിരുന്നു കേട്ടോ. ബൈക്കിൽ യാത്ര ചെയ്യുന്നത് വൈബൊക്കെ തന്നെയാണ്. പക്ഷെ 4 പേരും പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അടുത്തൊരു വീഡിയോ കാണാൻ വേണ്ടി ബൈ.